കർത്താവ് സഹായിച്ചു കൂട്ടി വരുത്തിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ ദിവസത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് കുറച്ച് സമയം തന്നു. അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ കർത്താവ് ഓർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, അല്ലെ, ഒരു ഭാഗമെന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലെ 34 തുടങ്ങി നമ്മൾ കാണുന്നത്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലത്ത് നട്ടും നനച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും അങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കുന്ന ഒരു സാഹചര്യത്തില് പെട്ടെന്ന് ആ ദിവസം നമ്മുടെ മേൽ വരും. ആ സമയത്ത് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് ആവശ്യം. കാരണം ഇപ്പൊ നമ്മള് എടുത്തു നോക്കിയാല് ഭൂമിയുടെ മധ്യ പ്രദേശമെന്ന് പറയുന്നതാണ് നമ്മുടെ ഈ മധ്യ മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത്. അവിടെ എന്തോ നടക്കുന്നത് ഇപ്പൊ നമ്മൾ വലിയ ഒന്നും പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. അന്ത്യകാലത്ത് സംഭവിക്കേണ്ടതായിട്ടുള്ള പലതും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ സിറിയയില് സംഭവിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. സിറിയയിൽ സംഭവിച്ചു കഴിഞ്ഞ് യുദ്ധം നടന്നു. ആയിരക്കണക്കിന് ആൾക്കാരെ കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്നിടത്തു നിന്ന് കർത്താവ് അനേകരെ അവിടുന്ന് വിടുവിച്ചു. എന്തൊക്കെയാ അവിടെ നടന്നുകൊണ്ടിരുന്നതെന്ന് പോലും ആർക്കും അറിയത്തില്ല. നമ്മളിതൊന്നും വെളിയിൽ അറിയുന്നില്ല. അതിനിടയിൽ എന്തോ ചെയ്തു, ഇസ്രായേല് ആക്രമിച്ചിട്ട് ആണ് ഇതൊക്കെ സംഭവിച്ചത്. എങ്കിലും അവരൊരു 60 കിലോമീറ്റർ അകത്തോട്ടം കയറി. നമുക്കറിയാം, ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണെങ്കിലും അവര് സിറിയയിലെ ഒരു 60 കിലോമീറ്ററോളം അകത്തോട്ട് കയറി. ഇതിനൊന്നും ആരും പ്രതികരിക്കാൻ ആരുമില്ല, ആരും പ്രതികരിക്കുന്നുമില്ല. അപ്പോൾ ഈ അധ്യായത്തിൽ തന്നെ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഒരു ഭൂമി അവരോട് പറഞ്ഞത്, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുകയും. ഈ അത്തി എന്ന് പറയുന്ന ഇസ്രായേൽ ആണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നമ്മളോട് പറയുന്ന അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുന്നു. ഒരെണ്ണത്തെ മാത്രം നോക്കാനല്ല പറഞ്ഞേക്കുന്നത്, പലതിനെയും നോക്കൂ. അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് സ്വതവേ അറിയുന്നു. അപ്പം വൃക്ഷം തളിർക്കുന്നത് വേനൽ അടുക്കുമ്പോഴാണ്. അവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പീൻ. സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ ഈ തളർക്കുന്നതൊക്കെ കണ്ടു കഴിയുമ്പോൾ ആ കണ്ടിട്ടുള്ളവരുടെ തലമുറ തീരുന്നതിന് മുമ്പേ ദൈവരാജ്യം വെളിപ്പെട്ടു വരും. ഞാൻ ഇങ്ങനെ ഇന്ന് എന്റെ മനസ്സിൽ തന്ന ഒരു ഭാഗമെന്ന് പറയുന്ന, ഒരു ചിന്തയെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതാണ്. നമ്മളിപ്പോ ആയിരിക്കുന്ന ഈ ഒരു സമയം പലതുകൊണ്ടും പണ്ടത്തെ കാട്ടിൽ നമ്മുടെ ഹൃദയമൊക്കെ പലതിലും ഉടക്കി കിടക്കുക. ഞാനിന്ന് ഇവിടെ നിൽക്കുമ്പോ തന്നെ എൻ്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ സിയറ്റിൽ എന്ന് പറയുന്ന ഒരു ഭാഗത്തായി എൻ്റെ ഒരു പകുതി. കാരണം ഇന്ന് ഈ സമയത്ത് അവിടെ ഭയങ്കര മഴയാണെന്ന് കേട്ടു.
ആ മഴയ്ക്കകത്തൂടെ ഒരു 1.5 മണിക്കൂറോളം വണ്ടി ഓടിച്ച് എൻ്റെ 3 മക്കള് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ വീട്ടിൽ ഇങ്ങനെ എത്തിയെന്നുള്ളത് ഒരു മെസ്സേജ് കിട്ടണം, ദൈവം സഹായിക്കുമെങ്കിലും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇതുപോലെ നമ്മൾ പണ്ട് കാലത്ത് ഇവിടൊക്കെ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ നോക്കി നടക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ വലിയ കാര്യമൊന്നും വന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ അവിടെ അല്ല. നമ്മള് ഇപ്പൊ സഹോദരൻ ഇരിക്കുമ്പോഴും സഹോദരന്റെ പകുതി മനസ്സ് ന്യൂയോർക്കിലും പകുതി UK-ലും ബാക്കി ഒരിച്ചിലൊക്കെ ഇവിടൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഈ ലോകവുമായിട്ട് പല വിഷയങ്ങളില്, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൂരെയാണ്, നമ്മുടെ കൂടെ ഇല്ല, നമ്മുടെ പല വിഷയങ്ങളും ഇതെല്ലാം ഉണ്ട്. ഇതിനിടെ കൂടെ 35-ാമത്തെ വാക്യം പറയുന്നത്, അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിക്കും. എപ്പോഴും വീണ്ടും വീണ്ടും ഉണരണം. ഉണരുക എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് ഉണരുക എന്നുള്ള കാര്യം മാത്രമല്ല, എപ്പോഴും ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കണം. കാരണം ഈ ലോകം ഇങ്ങനെ പോകുന്ന ആ ഒഴുക്കിൽ നമ്മുടെ ഉണർവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമ്മൾ ഒന്ന് പൊങ്ങി വരും, അപ്പോഴത്തേക്ക് വേറെ പല കാര്യങ്ങൾ വന്ന് നമ്മളെ അതിനകത്തോട്ട് അങ്ങ് മുക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉണർവ് പലയിടത്തും അങ്ങ് നഷ്ടപ്പെടും. ഞാൻ ഇന്നിപ്പോ 4 മണിക്ക് എഴുന്നേറ്റ് ഒരാളെ പനിക്ക് മരുന്നും കൊടുത്ത് അതിന് കുടിക്കാനും വഴക്കും ഉണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ വെള്ളവും കൊടുത്ത് പാലും കൊടുത്ത് ഒക്കെ കിടത്തിയിട്ട് ആ ഒരു പരുവത്തിലാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അല്പം വിട്ടുകൊടുത്താൽ നമ്മുടെ ഉണർവ് അങ്ങ് പോകും. എന്റെ മനസ്സിൽ ഇങ്ങനെ ഇന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരണം. കാരണം ഞാനിവിടെ വണ്ടിയിൽ നിന്ന് ഉണ്ടമ്പലം ഓടിച്ചോണ്ട് വരുന്നത് തന്നെ എനിക്ക് സ്ട്രെയിൻ ആയിരുന്നു. പക്ഷെ വേറെ മാർഗമില്ല, വേറെ ആരും ഇന്ന് വരാനില്ല. അവിടെ ഞാൻ വരുന്നു, കർത്താവ് സഹായിച്ചേ ഒക്കത്തുള്ളൂ. അപ്പോഴൊക്കെ കർത്താവ് വേറെ ഒരു സൈഡിൽ കൂടെ എൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഈ ലോകത്തിൽ പണ്ടത്തെക്കാട്ടിൽ വളരെ ഇടപെട്ട് ഇഴുകിച്ചേർന്നെന്ന് പറയാം. മലയാളത്തിൽ പറഞ്ഞു, പണ്ട് കാലത്ത് ആർക്കും ഇപ്പൊ പള്ളിത്തുറ ഒരാൾ താമസിക്കും. കഴിഞ്ഞ തലമുറയിൽ എത്ര പേർക്ക് പള്ളിത്തുറയുടെ അപ്പുറത്തോട്ട് ചിന്തിക്കണം, ഇവിടുത്തെ കൊച്ചു കാര്യങ്ങളും ഇവിടുത്തെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങളും അല്ലാതെ വേറെ അവരുടെ മനസ്സ് വേറെ എവിടെ പോകാനുണ്ട്? ആലോചിച്ചു. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നെങ്കിലും നമ്മുടെ ലോകമെന്ന് പറയുന്നത് വളരെ വികസിച്ചിരിക്കുക. അതാണ് വിഷയം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാ. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ തന്നെ നമ്മുടെ ലോകം അല്ലേ. ഇപ്പൊ ഞാൻ വളർന്നത് ചെങ്ങന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതിന്റെ മുക്കും മൂലം എനിക്കറിയാം. പക്ഷെ എന്തോ ഒരു 5 കിലോമീറ്റർ ചുറ്റളവേ ഉള്ളൂ. അതിനകത്തുള്ള കാര്യങ്ങളെ എനിക്കറിയത്തുള്ളൂ. ഇപ്പൊ ആരെങ്കിലും ചെങ്ങന്നൂരാന്ന് പറഞ്ഞാൽ 5 തൊട്ട് 10 കിലോമീറ്റർ ദൂരെ വരെയുള്ള ഏതെങ്കിലും ഒരു കാര്യം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ തിരുവനന്തപുരം എന്ന് പറഞ്ഞാല് നമ്മളെല്ലാവരും തിരുവനന്തപുരത്തായി. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ എത്ര കിലോമീറ്ററാണ്? നമുക്കൊരു 15 കിലോമീറ്റർ ചുറ്റോളം ആയി കഴിഞ്ഞാലും തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ മിനിമം നമ്മളോട് പല കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് അതൊക്കെ അറിയാം. നമ്മളോട് പല കാര്യങ്ങളും പറയും, കേൾക്കും അല്ലേ. കോളേജിൽ പോകുന്നത് തന്നെ എത്ര കിലോമീറ്റർ? 10 കിലോമീറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ അല്ലേ, ദിവസം പോയി വരിക. ഇതിനിടെ കൂടെ നമ്മൾ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. ഇതെല്ലാം ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാഹളം ധ്വനിക്കും. ഒരുങ്ങിയിരിക്കുന്നവര് എടുക്കപ്പെടും.
നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കണം. 10 കന്യകമാര് ഉപമ കർത്താവ് പഠിപ്പിച്ചു. 5 പേര് ബുദ്ധിയുള്ളവരായിരുന്നു. അവർക്ക് അത്യാവശ്യം വേണ്ടതെല്ലാം ഒരുക്കി. കാഹളം ധ്വനിച്ചു, മണവാളൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുക്കക്കുറവ് കൊണ്ട് മാത്രം അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. വേറെ എല്ലാം പ്രശ്നങ്ങളല്ലായിരുന്നു, ഒരുക്കക്കുറവാണ് പ്രശ്നം. ഒരുക്കക്കുറവ്. അവരുടെയും വിളക്കുണ്ടായിരുന്നു. ബുദ്ധിയുള്ളവരുടെയും ബുദ്ധി ഇല്ലാത്തവരുടെയും ഒക്കെ വിളക്ക് മങ്ങി. കാഹളമൊക്കെ കേട്ടു. അവർക്കും മണവാളന്റെ കൂടെ പോകാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ ഒരുക്കത്തിൽ ഒരു കുറവ് വന്നു. ആവശ്യത്തിന് എണ്ണ എടുക്കാതെ പോയി കണ്ടുപിടിച്ച് ഒരുങ്ങിക്കൊണ്ടുവരാനുള്ള സമയം ഇല്ലായിരുന്നു. നമ്മൾ പറയുന്നത് അവസാനം കർത്താവ് നീട്ടി പറഞ്ഞപ്പോ അതും പറഞ്ഞു. ഏതാ അവസാനം അവര് പോയി എണ്ണ വാങ്ങിക്കേണ്ടടുത്ത് പോയി എണ്ണയൊക്കെ വാങ്ങിച്ച് ഒരുങ്ങി തിരിച്ചു വന്ന് കതവിന് കൊട്ടുമ്പോൾ കതവിന് പറയുക, ഇനിയിപ്പോ നമുക്ക് സാധ്യതയില്ല, കഥ അടച്ചുപോയി, ഇനി അകത്ത് കയറാനൊക്കത്തില്ല. ഇതാണ് ഒരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു കളയാതിരിക്കുന്നത്. ഇതിനിടെ കൂടെ കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നമ്മൾ ദിനംപ്രതി വർദ്ധിച്ചു വന്നേ ഒക്കത്തുള്ളൂ. വർദ്ധിച്ചു വന്നില്ലെങ്കിൽ നമ്മൾ പുറകോട്ട് പോകും. കാരണം നമ്മൾ ഒരു ഒഴുക്കിനെതിരായിട്ടാണ് നീന്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കേറിപ്പോയില്ലെന്നുണ്ടെങ്കിൽ ഈ ഒഴുക്കിൽ നമ്മളെ തള്ളിക്കൊണ്ട് പൊക്കോണ്ടിരിക്കുക. നമ്മളത് മറന്നു. ഇതാണ് എൻ്റെ ഹൃദയത്തിൽ ഇന്ന് കർത്താവ് നമ്മളെ ഓർക്കണമെന്ന് പറഞ്ഞ് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷയം. കർത്താവിൻ്റെ ആ കാഹളം ഒരു സൈഡിൽ കൂടെ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. നാളത്തെ കാര്യങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കാതിരിക്കാൻ ഒക്കും. ഭാരപ്പെടണ്ടെന്നേ കർത്താവ് പറഞ്ഞോളൂ. ചിന്തിക്കരുതെന്നോ അതിനുവേണ്ടി നമ്മൾ ഒരുക്കരുതെന്നോ നോക്കരുതെന്നോ ഒന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞു നാളെ എങ്ങനായി തീരുമെന്ന് പറഞ്ഞ് നമ്മൾ ഭാരപ്പെടരുത്. നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കാനും മുമ്പോട്ട് എന്തുവാണെന്നും ഒക്കെ നമുക്കൊന്ന് ചിന്തിക്കുന്ന ഒരു തെറ്റും കർത്താവ് പറഞ്ഞിട്ടില്ല. അതിനെ ഓർത്തങ്ങ് ഭാരപ്പെടരുത്. കർത്താവ് ഇതിനെ എന്നെ നടത്തും. കർത്താവ് എന്താണ് ഞാൻ ഒരുങ്ങേണ്ടത്, എങ്ങനെയാണ് ഞാൻ പോകേണ്ടത്, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഞാൻ ഒന്നും നോക്കാതെ ഞാൻ ചുമ്മാ നടന്നെന്ന് പറഞ്ഞാൽ അതൊന്നും ദൈവത്തിന്റെ വചനത്തിൽ പെടുന്നത്. കർത്താവ് അല്ലെങ്കിൽ പറയും, കർത്താവ് എന്താ പറഞ്ഞു, സ്വന്തം കുടുംബത്തെ നോക്കാത്തവൻ അവിശ്വാസിയെക്കാട്ടിൽ അധമനാന്ന് പറഞ്ഞു. അനേക മനുഷ്യരോട് പറഞ്ഞാൽ അത് മനസ്സിലാവും ആ വചനം. സ്വന്തം കുടുംബത്തെ നോക്കാതെ ചുമ്മാ അങ്ങ് നടന്നാൽ മതി, ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല. ദൈവം നോക്കും ഫൈനലി. പക്ഷേ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നമ്മൾ ചെയ്യണമെന്നല്ലയോ ആ വചനത്തിൽ പറഞ്ഞേക്കുന്നേ, അല്ലയോ? വ്യക്തമായിട്ട് എഴുതി. അപ്പൊ അതെല്ലാം വേണം. അതെല്ലാം എന്റെ കൂടെ നടക്കുകയും ചെയ്യും. നടത്തുകയും ചെയ്യും. നമ്മൾ കർത്താവിന്റെ കൂടെ നടക്കുകയാണെങ്കിൽ കർത്താവിനോട് ചേർന്ന് അത് അത്ഭുതകരമായിട്ട് ദൈവം നടത്തും. പക്ഷേ അതിനെ ഓർത്ത് ഭാരപ്പെടരുത്. പക്ഷെ നമ്മുടെ ഒരു കണ്ണ്, അന്ന് നമ്മൾ ഈ പറഞ്ഞ കർത്താവ് മറ്റേ ഗിദെയോന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട 300 പേര്, ഈ 300 പേര് വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു? അവര് ശത്രു വരുന്നോന്ന് നോക്കിക്കൊണ്ട് നിന്ന് നക്കി കുടിച്ചു വെള്ളം. മറ്റവരൊക്കെ അവിടുന്ന് കണ്ണെടുത്ത് കുനിഞ്ഞ് വെള്ളം എടുത്ത് കുടിച്ചു. കുനിഞ്ഞ് വെള്ളം എടുത്ത് കുടിച്ചവരോട് പറഞ്ഞ് നിങ്ങളെ വേണ്ട, നിങ്ങൾ തിരിച്ചു പൊക്കോ. ബാക്കി ഉണ്ടായിരുന്നവരൊരു കൊച്ചു കൂട്ടമാണ്, അത് 200-300 പേര്. അവരെ കൊണ്ടാണ് യുദ്ധം പോയത്. എന്നാൽ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് വിഷയം. നമ്മുടെ കണ്ണ് അവിടെ നിന്ന് മാറരുത്. ഇവിടെയും വേണം. ഇവിടെ നമ്മൾ ജീവിച്ചു പോകാനുള്ളത് ചെയ്യണം. നമുക്ക് ഓരോ ആഴ്ച മീറ്റിംഗ് ഉണ്ട്, നമുക്ക് കാര്യങ്ങളുണ്ട്, നമ്മുടെ ജോലിയുണ്ട്, പഠിത്തമുണ്ട്,
അടുത്ത എങ്ങനെയാ മുമ്പോട്ട് പോകണം, ഇതെല്ലാം ചിന്തിക്കണം. നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കണം ഇതെല്ലാം. അതാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് അതൊന്ന് കടക്കട്ടെ. കാരണം അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ലോകം മുമ്പോട്ട് പോവുകയാണെന്നുള്ളത് നമ്മൾ ഓർമ്മിപ്പിക്കണം. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകണം. നമ്മൾ ചെന്ന് അകപ്പെടേണ്ടാത്ത ഒരു കാര്യത്തിൽ നമ്മൾ ചെന്ന് പെടരുത്. ഈയിടെ ഞാൻ ഒരു സ്ഥാനത്ത് ഒരു വായിച്ചുകൊണ്ടിരുന്നപ്പോ പറയുകയായിരുന്നു, കർത്താവിന്റെ നാമത്തിൽ എന്ന് പറയുന്ന യുദ്ധങ്ങളിൽ പോലും നീ അതിനകത്ത് പങ്കെടുക്കേണ്ടാത്ത യുദ്ധത്തിൽ നീ പോയി നിൽക്കണ്ട. പണ്ട് ഒരു യുദ്ധത്തിന്റെ വർത്തമാനം അറിയിക്കാൻ ഒരു പടനായകൻ ഒരാളെ വിളിച്ചപ്പോൾ വേറെ ഒരാൾ വന്ന് പറഞ്ഞു ഞാൻ പോവാം. അപ്പൊ പടനായകൻ പറഞ്ഞു നീ പോണ്ട. കാരണം നീ കൊണ്ടുപോകുന്ന ആ വർത്തമാനം അത്ര നല്ലതല്ല. നീ അത്ര ഇതിനു വേണ്ടി ഓടിപ്പോയി നിനക്ക് അവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. ഓർക്കുന്നു പഴയ നിയമത്തിലെ ആവശ്യം. അപ്പം എന്നിട്ട് പറഞ്ഞു വേറെ ഒരാളെ വിടാമെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു ഇല്ല ഞാൻ പോവാം. എന്നാ നീയും പോവും. അവൻ ഓടി വന്ന് ഈ വിവരം പറഞ്ഞപ്പം അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഇതുപോലുള്ള ഒന്നും നമ്മൾ എന്നകപ്പെടേണ്ട കാര്യം. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം, എൻ്റെ ദൈവമേ, അത് മാത്രം. പിന്നെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളല്ലാതെ വേറെ ആർക്കും ചെയ്യാനും ഒക്കത്തില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ദൈവം നമ്മളെ ഓരോരുത്തരെയും ലോകസ്ഥാപനത്തിന് മുമ്പേ പേര് ചൊല്ലി വിളിച്ചതാണ്. ലോകസ്ഥാപനത്തിന് മുന്നേ പേര് ചൊല്ലി വിളിച്ചത്. ആ ഒരൊറ്റ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ അന്ത്യകാലത്ത് നമ്മൾ ഈ പള്ളിത്തുറയിൽ നമ്മൾ ഇവിടെ ആയിരിക്കുക എന്നുള്ളത് ദൈവം തമ്പുരാന്റെ പദ്ധതി ഉള്ളതായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും കർത്താവിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണെന്നുള്ളത് നമ്മൾ മറന്നുകളെ. അവന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക എന്നുള്ളതാണ് കർത്താവിന്റെ പദ്ധതി. അതിനായിട്ട് നമ്മൾ ഒരുങ്ങണം. നമ്മൾ ചിന്തിക്കാനായിട്ട് ഒരു സങ്കീർത്തന ഭാഗം നമുക്കിന്ന് വായിക്കാം. രാവിലെ ഞാൻ